Hello guys, good morning and welcome back to yet another video. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ടുഡേ ഈസ് എ സൺഡേ ആൻഡ് ഇന്ന് ഇവിടെ കുറച്ച് പരിപാടികളുള്ള ദിവസമാണ്. സോ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി സമയം 8:30 അപ്പോൾ ഇനി എൻ്റെ സാധാരണയുള്ള വെള്ളം കുടിക്കലും പിന്നെ കാര്യങ്ങളും പല്ല് തേക്കലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഓക്കെ, ഗീതു എൻ്റെ കൂടെ എണീറ്റു. ഗീതു ഗുഡ് മോർണിംഗ് പറയൂ. ഗീതു ഹായ് പറയും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വെള്ളം കുടിച്ചു. ഇനിയിപ്പോൾ കീത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓട്സ് കഴിഞ്ഞു. ഓട്സ് കാലിയായി. അപ്പോൾ അതൊന്ന് ഫ്രഷായിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്ത് വെക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി. ഇതിവിടെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് കീത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യം. ഇതിവിടെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ കീത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇത് നട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഞാൻ പൊടിച്ച് വെച്ചതാണ്. ഇത് കുറച്ച് ഇതിലൊക്കെ ഇട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കാം. വെള്ളമൊക്കെ ആഡ് ചെയ്ത് അവൾക്ക് സെറ്റാക്കി കൊടുക്കാം. ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഇവിടുത്തെ ഓണം പ്രോഗ്രാമാണ്, അപ്പാർട്ട്മെൻറ്റ് ഓണം പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് നമുക്ക് റെഡി ആവണം. അത് പിന്നെ വൈകുന്നേരമാണ്. അതിന് മുന്നേ രാവിലെ ഇതുണ്ട്. രാവിലെ എനിക്ക് ഹോസ്പിറ്റലുണ്ട്, കൺസൾട്ടേഷന് പോകാനുണ്ട്. നമുക്കിനി കുളിച്ച് ഫ്രഷായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോകും. ഓൾറെഡി 9:30 ആയി. സൺസ്ക്രീൻ കഴിഞ്ഞു. ഒരു മിനിറ്റ്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് ഇട്ട് വരാം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഐലൈനർ, പിന്നെ ഒരു ചില സമയത്ത് ലിപ്സ്റ്റിക്, ദാറ്റ്സ് ഓൾ. ഞാനൊന്ന് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഈ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഈ സൈഡിലും കിട്ടണം. അത് 95-99% വരാറില്ല. ശരിയായില്ല. സമയമില്ലാത്ത നേരത്താണ്. കുഴപ്പമില്ല, മതി. ഓക്കെ, നമ്മൾ റെഡിയായി. ഇനി നമുക്ക് ഇറങ്ങാം. കോട്ടൊക്കെ എടുത്തു, ബാഗിനെ എടുക്കണം. അപ്പം ഇനി വന്നിട്ട് കാണാം. എല്ലാം ഒരുങ്ങി റെഡിയായി വന്നപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. വേണ്ട. ഇത് ടാറ്റ പറയൂ. ടാറ്റ. ടാറ്റ. ബൈ. ബൈ.
ഇത് എൻ്റെ ഒരു റീസെൻറ്റ് ഒബ്സെഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ഹാബിറ്റ്, ന്യൂ റിച്വൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻസ് കഴിഞ്ഞ് വരുമ്പോഴോ ഞാനൊരു ഫ്ലവർ ഷോപ്പ്, ഓൺ ദ വേ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ട്, അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരും. ഇതൊന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സ്പേസിൻ്റെ ഹോൾ എനർജി അല്ലെങ്കിൽ ഒരു ഹോൾ വൈബ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇൻസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട് തന്നെ ഇറ്റ് ഫീൽസ് എ ലോട്ട് മോർ ലൈറ്റർ, ഫ്രഷർ ആൻഡ് മോർ വെൽക്കമിങ്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കാര്യമായിരിക്കും, ബട്ട് ഇറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് ജോയ് ആൻഡ് കാംനെസ് ടു മൈ എവറി ഡേ റുട്ടീൻ. ആൻഡ് ഇതിപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ വീക്ക്. അങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ്സ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായി ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കുമ്പോൾ കാണാം. ലഞ്ചിന് മുന്നേ ഒരു ചെറിയ സെൽഫ് കെയർ / സെൽഫ് പാമ്പറിങ് ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമുക്കൊരു ഓണം പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിന് ചോറ് കഴിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് പാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു 2-3 പീസസ്. അതപ്പോൾ ചൂടാക്കി മുട്ട ഉണ്ടാക്കി, പിന്നെ കുറച്ച് എനർജിക്ക് ഒരു കപ്പ് കോഫിയും വെച്ചു. അപ്പോൾ ലഞ്ചൊക്കെ ഞങ്ങൾ 3 പേരും അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ട് പിന്നെ കുളിക്കാനുള്ള പരിപാടിക്ക് കിടന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എന്നിട്ട് തലയിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിടിപ്പിച്ചു. ഹലോ. സോ നമ്മൾ ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കി. ഇനി ഇവിടുത്തെ ഓണം പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഓണം പ്രോഗ്രാമിന് റെഡി ആവാം. അപ്പോൾ അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യണം കേട്ടോ. സോ അതെന്തായാലും കാണുക. സോ നമുക്ക് പെട്ടെന്ന് സാരി മാറ്റിയിട്ട് വരാം. ഇതന്ന് അപ്പാർട്ട്മെൻറ്റിൽ തന്നെ അറേഞ്ച് ചെയ്ത ഒരു ഫ്ലീ മാർക്കറ്റായിരുന്നു കേട്ടോ. ലൈക്ക് ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫോർ ക്ലോത്ത്സ്, ടോയ്സ്, ജ്വല്ലറി, ഗെയിംസ്, അങ്ങനെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷേ ജസ്റ്റ് ഒരു ആലു ടിക്കി ട്രൈ ചെയ്തു, പിന്നെ ഒരു മാംഗോ മൊഹിറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ആൻഡ് എ ടയറിങ് ഡേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി, വന്നു, ഫുഡ് കഴിച്ചു, കിടന്നു. അത്രേ ഓർമ്മയുള്ളൂ. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ് ഇറ്റ് എ thumbs up, and also don't forget to subscribe. Good night.